അശ്ലഭ മുഹൂർത്തത്തിൽ തിരുനബിയുടെ സ്നേഹലോകം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതിനവസരം നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, 6-ാം നൂറ്റാണ്ടിന്റെ അന്ത്യകാലത്തിൽ അറേബ്യയുടെ തിരുവീഥികളിൽ മദ്യവും പെണ്ണും ആഘോഷമാക്കി ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിച്ചിരുന്ന ഒരു സമൂഹത്തെ അറിവും സംസ്കാരവും നൽകി പരിവർത്തിച്ചെടുത്ത ഗുരുവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മാവിന്റെ അന്തരങ്ങളിൽ അഭ്യർത്ഥനകളുടെ അമരത്തിരുന്ന് മാലോകരുടെ കമലതലത്തിൽ മാനിച്ചു കൊട്ടാരം തീർത്ത ആ ഹബീബിന്റെ സ്നേഹലോകം എത്ര വിശാലമാണ്. തൗഹീദിന്റെ സംസ്ഥാപനമായി നിയമിക്കപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യന് തന്റെ ജനനം മുതൽ മരണം വരെ അദൃശ്യമായ സർവ്വതല സ്പർശിയായ ഒരു മാതൃകാരേഖ വരച്ച് കാണിച്ചുകൊണ്ടാണ് നമ്മളിൽ നിന്നും കടന്നു പോയത്. കേവലം 23 വർഷകാലം കൊണ്ട് അല്ലയോ മക്കുമൽത്തുലക്കും ദീനക്കും അതുമന്തു അലൈക്കും നിഅമതി വറളീതുലക്കും ഇസ്ലാം ദീന എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാൻ അവിടുന്ന് സാധിച്ചു. ഈ ഒരു പ്രഖ്യാപനം നടന്നപ്പോൾ അക്രമവും പ്രയാസങ്ങളുമായി വർഷങ്ങളോളം തന്റെ പിന്നാലെ നടന്ന ശത്രുക്കൾ നബിക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ്. എന്തായിരിക്കും ഞങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പ്രതീക്ഷിച്ച് ഭയന്ന് നിൽക്കുന്നവരോട് അവിടുന്ന് പറഞ്ഞു, അൻതുമുത്തലക്ക, നിങ്ങളോട് അധികാരമില്ല, നിങ്ങൾ സ്വതന്ത്രരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് നൽകിയ സന്ദേശത്തിന്റെ തിളക്കമാർന്ന ഒരു ജീവിതം മാത്രമാണിത്. ശത്രുക്കളുടെ പ്രയാസങ്ങളിൽ നിന്നും ആശ്വാസത്തിന്റെ തണൽ തേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മാതാവിന്റെ മുന്നിലെത്തിയപ്പോൾ സഖീഫ് ഗോത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ദാരുണമായ ചില സംഭവങ്ങൾ ഉണ്ടായി. തായിഫിന്റെ ജോലിയിൽ ക്ഷമത്തോടിയിരിക്കുന്ന ഹബീബിന്റെ മുന്നിൽ ആശ്വാസത്തിന്റെ തണലായി ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയേ, അങ്ങ് സമ്മതം നൽകുകയാണെങ്കിൽ ഇക്കാണുന്ന അബൂ ഖുവൈസ് പർവ്വതത്തിനിടയിൽ വെച്ച് ശത്രുക്കളെ ഞാൻ തീർത്തു കളയാം. കാലിനും രക്തമൊലിച്ചിട്ടും ആക്ഷേപങ്ങളേറെ കൂടിച്ചെറിഞ്ഞിട്ടും അവിടുന്ന് പറഞ്ഞ മറുപടി വേണ്ട എന്നായിരുന്നു. ശത്രുക്കളോട് പോലും മാപ്പ് നൽകിയത് അവിടുന്ന് കാണിച്ച സന്ദേശത്തിന്റെ ഒരു ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാം. അക്രമങ്ങളുടെയും ആൾക്കൂട്ട കൊലപാതകങ്ങളുടെയും പിന്നാമ്പുറം പരിശോധിച്ചാൽ മദ്യം ഒരു വില്ലനായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക വിരും സംവിധാനങ്ങളിൽ ലഹരിയെ നിയന്ത്രിക്കാൻ സകലാറ്റവും പകറ്റി പരാജയപ്പെടുമ്പോൾ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു യഅസു മിൻ അമലി ശൈത്താൻ വജതനിബു ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന പ്രഖ്യാപനത്തോട് സമ്പൂർണ്ണ ലഹരിമുക്ത സമൂഹമായി തന്റെ ജനതയെ പരിവർത്തിച്ചെടുക്കാൻ ഹബീബിന്റെ അധ്യാപനങ്ങൾക്ക് സാധിച്ചു. മദ്യവും മയക്കുമരുന്നും സമൂഹത്തിൽ വെറുപ്പിന്റെ അന്ത്യം സൃഷ്ടിക്കുമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ദേശത്തിന്റെയും പേര് പരസ്പരം കൊലവിളിക്കുകയും ആട്ടിയും നാട്ടുവായിക്കുകയും ചെയ്യുന്ന വർത്തമാനകാല സന്ധിയിൽ മതഭേദമന്യേ നബിയുടെ സ്നേഹാധിഷ്ഠിതമായ സാമൂഹ്യ പാഠങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. അത്തരം പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പകരം ആക്ഷേപത്തിന്റെ വർണ്ണനങ്ങളെയും വാചകങ്ങളെയും ആവിഷ്കാരങ്ങളെയും കൂട്ടുപിടിച്ച് യൂറോപ്പിൽ നിന്ന് നോവൽ എഴുതുകയും കാർട്ടൂൺ വരയ്ക്കുകയും ചെയ്യുന്ന പടിഞ്ഞാറൻ റൊമാൻറ്റങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മദീനയിലെ ഉമ്മർ പടിയിലിരുന്ന് ചരിത്രം വായിച്ചു നോക്കൂ. അപ്പോൾ കാണാം